ഹായ് ഫ്രണ്ട്സ്, കീട്രിക്സിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ എന്ത് ട്രിക്കാണ് കാണാൻ പോകുന്നത് എന്നായിരിക്കും അല്ലേ? നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ശ്രദ്ധിച്ചോ? PS700ൻ്റെ അസൈനബിൾ നോബുകൾ എങ്ങനെ അസൈൻ ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അസൈനബിൾ നോബുകൾ എന്ന് പറഞ്ഞാൽ ആ നോബുകൾക്ക് നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കൊച്ചു കാര്യം ഞാൻ ഓർമ്മിച്ചോട്ടെ. എൻ്റെ ചാനലിൽ നിങ്ങൾ ഇതാദ്യമായാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താലും ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസായി നിങ്ങൾ എനേബിൾ ചെയ്യുമല്ലോ. അപ്പോൾ ഇനി അധികം കാത്തു നിൽക്കണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ? കോർഗ് PS700, 1000 തുടങ്ങിയ കീബോർഡുകളിലുള്ള രണ്ട് അസൈനബിൾ നോബുകളാണ് ഈ കാണുന്നത്. ഇത് എങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം? അസൈനബിൾ നോബുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് വിവിധങ്ങളായ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതെങ്ങനെ ചെയ്യാമെന്നാണ് കാണുന്നത്. അതിനായി നമ്മൾ ആദ്യം ഗ്ലോബൽ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. ഗ്ലോബൽ എന്നുള്ള ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെനു ലഭിക്കും. ഇവിടെ നിങ്ങൾ കൺട്രോളേഴ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. കൺട്രോളേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് തരത്തിലുള്ള കൺട്രോളേഴ്സ് ലഭിക്കും. ഫുഡ് കൺട്രോളേഴ്സും ഹാൻഡ് കൺട്രോളേഴ്സും. ഫുഡ് കൺട്രോളേഴ്സ് നമുക്ക് ഫുഡ് പെഡലിനൊക്കെ വേണ്ടിയാണ്. നമുക്ക് ഹാൻഡ് കൺട്രോളേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഹാൻഡ് കൺട്രോളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അസൈനബിൾ നോബുകൾ 1, 2 രണ്ട് നോബുകൾ. എന്തൊക്കെ രീതിയിൽ നമുക്ക് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഏരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിരവധിയായ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഏത് ഓപ്ഷൻസ് നിങ്ങൾ തിരഞ്ഞെടുത്താലും അതിന് അനുസരിച്ച് നിങ്ങളുടെ രണ്ട് നോബുകൾ വർക്ക് ചെയ്യുന്നതാണ്. ഞാനിവിടെ ഒന്നാമത്തെ നോബ് സ്റ്റൈൽ അക്കംപ്ലിഷ്മെന്റ് വോളിയത്തിനും രണ്ടാമത്തെ നോബ് MP3 വോളിയത്തിനുമായി സെറ്റ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയേ വേണ്ടൂ. ഇതിൽ പ്രത്യേകിച്ച് റൈറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ രണ്ട് നോബുകൾ നിങ്ങൾ ഏത് ഓപ്ഷൻസ് തിരഞ്ഞെടുത്തോ അതേ ഓപ്ഷനുകളായി വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏത് വോളിയം വേണമെങ്കിലും ഏതൊക്കെ പാട്ട് നിങ്ങൾ അവിടെ നോക്കുക, ഈ ഓപ്ഷൻസ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതാണ് അസൈനബിൾ നോബിനെ കുറിച്ചുള്ള വിവരണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇനി ഇതുപോലുള്ള കൊച്ചു കൊച്ചു ട്രിക്കുകളുമായി നിങ്ങളിലേക്ക് എത്തുന്നവരെ ഇറ്റ്സ് മീ സുനു സൈനിങ് ഓഫ്. ബൈ ബൈ.